അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് നാടടക്കി അട്ടഹാസം നടത്തുമ്പം അവൻ എന്റെ വീട്ടിൽ കയറി ഒളിച്ചു കിടക്കുകയായിരുന്നു. വെള്ളച്ചൻ പറഞ്ഞ സത്യാണോടാ? സാറേ എന്താന്ന് വെച്ചാ തുറന്നു പറ. ഓ, അതിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സംഗതി സത്യമാ. ആ കൊച്ചെ എന്റെ മോളോട് പറയുന്നത് ഞാൻ കേട്ടതാ. സത്യാണോ മോളെ? ഈ കാര്യത്തിൽ സാഗർ ഒന്നും ചെയ്തിട്ടില്ല. 100% ഞാൻ ഉറപ്പു തരാം. തെറ്റായ ഉദ്ദേശത്തോടെ അല്ല സാഗർ അവിടെ പോയത്. ഈ കോളനി റിസോർട്ട് ആക്കുന്ന കാര്യം പറയാനാണ് കീർത്തന വിളിച്ചത്. അത് ഞാൻ കോളനിയിൽ പരസ്യമാക്കട്ടെ, എല്ലാരോടും പറയട്ടെ കോളനി രഹസ്യമായിട്ട് വിൽക്കാൻ പോവാണെന്ന്. അമ്മേ, ബാലു, കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. സാഗറിനെ വഴക്ക് പറയണ്ട. വന്നേ, നമുക്ക് പോവാം. സുധാമണി, അപർണ മോളെ, സോറി. എന്തെന്ന് സോറി? ഇതിനൊക്കെ പകരം ചോദിച്ചില്ലെങ്കിലേ എന്റെ പേര് മാർത്താണ്ഡം പിള്ള എന്നല്ല, കേട്ടടാ. അസ്സലായി. മഹേഷ് സാറ് നമസ്കാരം. സാറ് കൃത്യസമയത്താണ് വന്നത്. ഈ ഗതികെട്ട വീട്ടിലോട്ടാണല്ലോ സാർ ഇവളെ കെട്ടിച്ചയച്ചത്. എന്താ കാര്യങ്ങളൊക്കെ അമ്മായി അച്ഛനോട് അറിഞ്ഞിരിക്കട്ടെ. മഹേഷേ, മോളെയും വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. എന്താ കാര്യം? എന്താ? അയ്യോ എന്റെ പൊന്നു മേനോൻ സാറേ, ഈ വീടുമായിട്ട് ഇടപെടാൻ കൊള്ളില്ലെന്നർത്ഥം. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? പോകരുത് സാറേ. പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുൻപേ പണ്ടുള്ളവര് ആ വീട്ടുകാരെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കും. തൃപ്തികരമാണെങ്കിൽ മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അങ്ങനെ അന്വേഷിക്കാതെ കെട്ടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കുന്നു പിള്ള സാർ? അതിനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മേനോൻ സാറേ, സാറെല്ലാം നേരിട്ട് കണ്ടോണ്ട് നിൽക്കുകയാണല്ലോ. ഇറങ്ങി പോടോ. എവിടുന്ന്? എന്റെ വീട്ടിൽ നിന്നോ? കണ്ടോ മഹേഷ് സാറേ, മരുമോന്റെ പരാക്രമം എങ്ങനെയുണ്ടെന്ന് പറ. അന്യനായ എന്നോട് ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ സാറിന്റെ മോളോട് എങ്ങനെ ആയിരിക്കും ഊഹിച്ചാൽ മതി. ഈ ഒരു നല്ല മനുഷ്യനെ നാടൻ കെടുത്തായിരിക്കാൻ വേണ്ടി ഞാനിപ്പോ പോകുന്നു. പക്ഷേ ഞാൻ ഇനിയും വരും. സുധാമണി, എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേട്ടു. നോക്കിക്കോ നീയൊക്കെ. നടക്കടിയെ നടക്കടി. പപ്പ, ഇവിടെ എന്താ നടന്നെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പു, കം വിത്ത് മീ. എന്താ മോളെ ഇതൊക്കെ? ഒരു സ്വപ്നം കാണുകയായിരുന്നു എന്നാ തോന്നിയത്. മോളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ ഇങ്ങനെ വഴക്കും ബഹളമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും. കണ്ടോ, ഞാൻ പണ്ടേ പറഞ്ഞതാ, ഇതുപോലത്തെ ചേരിയിലും കോളനിയിലും ഒന്നും നമ്മുടെ മോളെ പിടിച്ചു കൊടുക്കരുതെന്ന്. അപ്പൊ നീ വലിയ വേദാന്തിയായി. ഇപ്പോഴോ അമ്മയും യാമിനി സന്ദീപൊക്കെ പറയുന്നത് സത്യമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നത്. പപ്പ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ പിള്ള ഒരു കുഴപ്പക്കാരനാ. മഹേഷേ, ഈ അപർണമോള് പറയുന്നൊന്നും നീ കാര്യമാക്കരുത്. താലി കഴുത്തി വീണു പോയില്ലേ, ഇനി ഭർത്താവിന്റെ വീട്ടുകാരെ ന്യായീകരിച്ചല്ലേ അവക്ക് പറ്റുള്ളൂ. പപ്പ വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാന്ന് ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ വന്നത്. പക്ഷേ അല്ലാതെ എന്റെ വയറ് നിറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീയും ബാലും ഉടൻ തന്നെ ഇവിടുന്ന് മാറണം. ഒന്നുകിൽ അവിടെ നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കൊള്ളാമെന്ന് വേറെ എങ്ങോട്ടെങ്കിലും. എന്തായാലും ഇവിടെ ഇങ്ങനെ തുടരാൻ പാടില്ല. ഇതെന്റെ തീരുമാനമാണ്. ഞാൻ ഇറങ്ങാം. അമ്മ വാ, ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട. പ്ലീസ് പപ്പ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം.
പപ്പ ഒരു വലിയ സ്ഥാനത്താ ഇവിടെ എല്ലാരും കാണുന്നത്. പപ്പ പോയാ അതൊരു വലിയ ഷോക്കാവും. എന്തായാലും എനിക്ക് കിട്ടിയ ഷോക്കിന്റെ അത്ര വരില്ലല്ലോ. അമ്മേ ഇറങ്ങ്, നമുക്ക് പോവാം. അല്ല വേണമെങ്കിൽ ഞാനിവിടെ. ഇത്രയും കണ്ടിട്ട് മതിയാവുന്നില്ലേ അമ്മയ്ക്ക്? അമ്മ വാ. എന്നാ ശരി, ഞാനും വരാം. നമുക്ക് വീട്ടിൽ പോയിട്ടെ അവരുടെ കൂടെ അങ്ങോട്ട് വിളിപ്പിക്കാം. ആ പിന്നെ മഹേഷേ, എപ്പ എനിക്ക് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ്ടേ? അതൊക്കെ പിന്നെ ഡ്രൈവർ വിട്ട് എടുപ്പിക്കാം. അമ്മ ഇപ്പൊ തന്നെ എന്നോടൊപ്പം ഇറങ്ങണം. മതിയാ? ആ സുധാമണി, ബാലു, ഞാൻ ഇറങ്ങാം. അമ്മയും കൊണ്ട് പോവാ. അങ്കിൾ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ബാലു, എനിക്ക് തർക്കിക്കാൻ വയ്യ. എല്ലാവർക്കും എന്ത് കാര്യത്തിൽ ഒരു ന്യായം കാണും. ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ന്യായം കാണും. പക്ഷേ എനിക്കിവിടെ നടന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മോള് പറയുന്നത് ഞങ്ങള് കേട്ടു. ഞങ്ങള് സാറിനെ വലിയൊരു സ്ഥാനത്താ കണ്ടിട്ടുള്ളത്. സാറിപ്പ ഇറങ്ങിപ്പോയാ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റൂല. എനിക്കിത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞാനിവിടുന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ എനിക്ക് വലിയ സ്ഥാനം തന്നതിനൊക്കെ നന്ദി. പക്ഷേ ഞാനിവിടെ വളരെ ചെറുതായിപ്പോയി. ഞങ്ങളുടെ കുടുംബത്തിൽ കേട്ടുകളി പോലില്ലാത്തൊരു കാര്യമാണ് ഇവിടെ എന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ എനിക്ക് കാണേണ്ടി വന്നു. അങ്കിൾ പ്ലീസ് പോവരുത്. അങ്കിൾ, നടന്ന കാര്യം ഞാൻ പറയാം. അയ്യേ എടാ, നീ ഇനി എന്തോ പറയാനാ? ഈ ചെറുക്കൻ കൃമി പോലെ ഇരുന്നിട്ടെ ഇവൻ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് അറിയാവോ? എടാ, ഞാൻ ആരാ മോള് ഒക്കെ ഞാൻ തുരന്ന് കണ്ടുപിടിച്ചു. പെരുമ്പറ കൊട്ടി ഞാൻ എല്ലാരെയും അറിയിക്കുകയും ചെയ്തു. എന്റെ മകളുടെ ഭാവി എനിക്ക് പ്രധാനമാണ്. ഞാനും അമ്മയും യാമിനെയൊക്കെ കൂടി ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കും. അമ്മ വരും. ഓ എന്റെ അമ്മോ, ഈ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. വാ സാർ പോവരുത് അമ്മേ. സാർ. ഇനി നിർബന്ധിക്കണം. വാ ഇങ്ങോട്ട്. എന്തായാലും ഇവിടുത്തെ അലങ്കോലങ്ങളൊക്കെ നിനക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. എനിക്കിന്നിവിടെ വരാൻ തോന്നിയത് നമ്മുടെ അപ്പുമോളുടെ ഭാഗ്യ. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. അപർണ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഉറപ്പായിട്ട് എനിക്കെല്ലാം മനസ്സിലായമ്മേ. ഇനിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് തന്നെ, നിനക്ക് ആ തിരിച്ചറിവ് വന്നല്ലോ, അത് തന്നെ കാര്യം. സത്യം. അമ്മ കേറിയിരിക്കും. അയ്യോ, ഞാൻ എന്റെ ഫോൺ അവിടെ വെച്ച് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇതാ വരും. അമ്മ കേറിയിരിക്കും. പപ്പ സാധാരണ എല്ലാം വളരെ പാകതയോടെ കാണുന്ന ആളാ. പപ്പയുടെ പെട്ടെന്നുള്ള മാറ്റം പിടികിട്ടുന്നില്ല. നമുക്ക് മോളെ വീട്ടിൽ പോവാം. പപ്പയോടും മമ്മിയോടും ഞാൻ ക്ഷമ പറയാം. എല്ലാവരോടും ഒരു സോറി പറയാനാ ഞാൻ തിരിച്ചു വന്നത്. സോറിയോ? എന്റെ അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു. അമ്മയെ കൊണ്ട് വളരെ നന്നായി ബുദ്ധിമുട്ടിയെന്നും എനിക്കറിയാം. അയ്യോ, അമ്മ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ ചൂടാകലും ബഹളമൊക്കെ നടത്തിയത്. ഒരു അഭിനയം, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങളോട് തർക്കമുണ്ടാക്കി അമ്മയെ തിരിച്ചു കൊണ്ടുപോകണം അങ്ങനെ വിചാരിച്ചാ വന്നത്. പക്ഷെ ഇഷ്യൂ ഇവിടുന്ന് തന്നെ കിട്ടി. അപ്പോ സാറിന് നമ്മളോട് ദേഷ്യമൊന്നുമില്ല? എനിക്കെന്തിനാ ദേഷ്യം? വഴക്കും തർക്കവും ഒക്കെ എല്ലായിടത്തും ഇല്ലേ? അതുമല്ല, ആ മാർത്താണ്ഡ പിള്ളയെ മുമ്പ് വന്നപ്പോ തന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പോഴേ മനസ്സിലായതാ അയാളൊരു കുഴപ്പക്കാരനാണ്.
എന്റെ പപ്പ ഞങ്ങൾ എല്ലാരും പേടിപ്പിച്ചു കളഞ്ഞു. എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു അഭിനയത്തിന്. താങ്ക് യു. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അങ്കിൾ നമ്പർ ഇടുകയല്ലേ എന്ന്. ഓ പിന്നെ ചേട്ടന്റെ ഒരു സംശയം ആകെ വരണ്ടിരിക്കുന്നു ചേട്ടൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒരിക്കൽ കൂടി സോറി. ആഹാരം കഴിച്ചിട്ട് പോയാ പോരെ സാറേ? ഒക്കെ ഇനി ഒരിക്കലാകാം. അമ്മയെ കാറിലിരുത്തിയിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. എന്നെ കണ്ടില്ലെങ്കിലേ അമ്മ ഇങ്ങോട്ട് വരും. അയ്യോ. പിന്നൊരു അഡ്വൈസ്, കഴിയുന്നതും വഴക്കൊന്നും കൂടാതെ പോവാൻ ശ്രദ്ധിക്കണം. വീട്ടിലായാലും ഓഫീസിലായാലും മനസ്സ് സമാധാനമായിരുന്നാൽ കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ അപ്പു. ശരി. ഞാൻ ഉമിത്തിയിൽ വീണ പോലെ ഉരുകയായിരുന്നു. ഇപ്പ ഒരാശ്വാസായ. പപ്പ എന്തായാലും കലക്കി. അപ്പു വാ, ഓഫീസിൽ പോണ്ടേ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് വരട്ടെ. വാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപർണ എത്തിയാലുടൻ MD കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. സർ. അപർണ, നമുക്ക് ചില എമർജൻസി അസൈൻമെന്റ്സ് തീർക്കാനുണ്ട്. സർ. കഴിഞ്ഞ ആഴ്ച ഹൈലൈറ്റ്സ് ആയിട്ട് വന്ന അസൈൻമെന്റ്സ് അതെല്ലാം ഇന്ന് ഈവനിങ്ങിന് മുമ്പ് കംപ്ലീറ്റ് ആക്കണം. യെസ് സർ. വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അത് പൂർത്തിയാക്കി ക്ലയന്റിന് അയച്ചില്ലെങ്കിൽ കമ്പനിക്ക് കുറച്ച് ലോസ് ഉണ്ടാവും. അറിയാം സർ. അവനുടെ ടീമിനെ പ്രഷർ ചെയ്യുകയാണെന്ന് അറിയാം. എന്നാലും നോ സർ. സാറ് പറഞ്ഞതിന്റെ സീരിയസ്നെസ് എനിക്കറിയാം. ഈ വീക്കിന് മുമ്പ് അത് കംപ്ലീറ്റ് ആയി കിട്ടും സർ. ഗ്രേറ്റ്. അവനുടെ ആറ്റിറ്റ്യൂഡിനും അഭിനന്ദനങ്ങൾ. സോ അപർണ ചെല്ലു. ഓക്കെ സർ. താങ്ക് യു. എടോ സിഒ, ഇന്ന് വൈകുന്നേരത്തോടെ അപർണയുടെയും ബാലുവിന്റെയും ഇടയിലെ ചില പൊട്ടലും ചീറ്റിലൊക്കെ തനിക്ക് കേൾക്കാം. സാർ ആള് കൊള്ളാലോ, സമ്മതിച്ചിരിക്കുന്നു സാറേ. ആശ, ബാലു, പ്രീതി, റാഷിദ, ഇന്നത്തെ അസൈൻമെന്റ് ഫിക്സ് ആയിട്ടുണ്ട്. റാഷിദ ഇന്നലത്തെ ക്യൂ ലെവൽ. ആശയ്ക്കും റഷീദിനും പുതിയത് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ബാലുവിന് 24ന്റെ റീവർക്ക്. ഡെഡ് ലൈൻ 4 PM ആണ്. 4 മണിക്കോ? ഇമ്പോസിബിൾ. 4 മണിക്ക് മുമ്പ് തീർക്കാന്ന് വെച്ചാ എന്താ 4 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റില്ലേ? ഞാൻ തീർത്തു തരുന്നത് കാണണോ? മണിക്ക് മുമ്പ് തീർത്തിരിക്കണം. ഡെഡ് ലൈൻ കീപ്പ് ചെയ്തേ പറ്റൂ. ഡെഡ് ലൈൻ കീപ്പ് ചെയ്യണമെന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മാത്രം മതിയോ? എടുത്താ പൊങ്ങാത്ത വർക്ക് ലോഡ് തലയെ കൊണ്ടുവന്ന് ഇട്ടിട്ട് 4 മണിക്ക് മുമ്പൊക്കെ തീർക്കണമെന്ന് പറഞ്ഞ നടക്കില്ല. എങ്കി ബാലു റിട്ടൺ റിപ്ലൈഡ് 4 PM മുമ്പ് തീർക്കാൻ പറ്റില്ലാന്ന്. ഞാനിടാ, എനിക്കെന്താ ഇട്ടാ? ബോസ് സ്റ്റാഫും കൂടെ വഴക്കായോ? ബോസോ? ആരാ ഇവിടെ ബോസ്? ലീഡർ എന്ന് പറയുന്നത് ബോസ് തന്നെയാ. Do your work. Continue your work. ബാലു, ബാലു, എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നെ? ഞാൻ ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല. വർക്ക് കൃത്യമായി തീർക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ ബാലു? നമ്മളെ കമ്പനിയുടെ സാലറി വാങ്ങുന്നതല്ലേ? MD വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞതാ. രാവിലെ തന്നെ ടെൻഷൻ കൊടുക്കരുതെന്നും പറഞ്ഞു. അതൊക്കെ അവന്റെ അടവാ, കള്ളൻ. ബാലു,
എന്നെ നോക്കിക്കേ. നോക്കാൻ. ഇനി ഒന്ന് ചിരിച്ചേ. ചിരിക്ക്. മിടുക്ക്. പിണക്കം മാറിയോ? എനിക്ക് പിണക്കൊന്നുമില്ല. എങ്കിലേ ബാലുമോൻ ജോലി ഒന്ന് സ്പീഡാക്കിക്കേ. കൃത്യം 4 മണിക്ക് തീർക്കണം. ലഞ്ചിന് ശേഷം ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ തന്നെ ഇത് ചെയ്തോളാം. മിടുക്ക്. മഹേഷ് നേരത്തെയാണല്ലോ, ഓഫീസിൽ പോയില്ലേ? അമ്മയോ? എന്താ അമ്മേ, മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? മഹേഷ് വിളിച്ചു, ഞാൻ കൂടെ ഇഞ്ഞു പോന്നു. മഹേഷ് വിളിച്ചെന്നോ? മഹേഷ് അവിടെ വീട്ടിൽ പോയിരുന്നോ? എന്താ അമ്മ, ഒന്ന് തെളിച്ചു പറയ്. എന്റെ മോളെ, മഹേഷിന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ മകള് ചെന്ന് പെട്ടിരിക്കുന്ന സ്ഥലം എത്ര കുഴപ്പം പിടിച്ചതാണെന്നൊക്കെ എന്റെ മോൻ നേരിട്ട് കണ്ടു. ഇനി കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കാമെന്ന് മഹേഷ് പറഞ്ഞു. നമ്മുടെ മോളെ മഹേഷ് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഓ, ആ ഗുഹേന്ന് പുറത്ത് ചാടിയപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇന്ന് AC ഇട്ട് നീണ്ടു നിവർന്നൊന്ന് കിടക്കണം. അല്ല, മഹേഷ് എന്തിനാ അവിടെ വീട്ടിൽ പോയത്? ഇവിടുന്ന് ഓഫീസിലേക്കല്ലേ പോയത്? അതല്ലേ രസം. ഓഫീസിൽ പോകുന്ന വഴിക്കാ ആ ഡയറക്ടർ ബോർഡിലെ സക്കറിയെ വിളിച്ചത്. അത്യാവശ്യമായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ. അയാളുടെ വീട്ടിൽ പോകുന്ന വഴിക്കാണല്ലോ നമ്മുടെ ബാലുവിന്റെ വീട്. എന്നാ പിന്നെ ബാലുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാന്ന് കരുതി. അവിടെ ചെന്നപ്പോഴാ ആകെ ബഹളം. ആ സാഗരെ അവൻ എന്തൊക്കെ കുരുത്തക്കേടാ ഒപ്പിച്ചു വെച്ചെന്ന് മോൾ അറിയണം. എല്ലാം കണ്ടിട്ട് എനിക്ക് ഭ്രാന്തായി. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. അമ്മ മോശം ചുറ്റുപാടിൽ നിൽക്കണ്ടെന്ന് തീരുമാനിച്ചു. അതാ അമ്മയെ വിളിച്ചിങ്ങോ പോകുന്നത്. ബാക്കി എന്താ ഏതാന്നൊക്കെ നമുക്ക് തീരുമാനിക്കണം. എന്തായാലും എന്റെ മോന് കാര്യങ്ങൾ മനസ്സിലായല്ലോ, അത് തന്നെ വലിയ പുണ്യം. മഹേഷ്, അന്ന് അമ്മയെ അങ്ങോട്ട് അയക്കുന്ന കാര്യം പറഞ്ഞപ്പോ മഹേഷ് എന്നോട് ചോദിച്ചു, ഒക്കെ ഒരു നാടകമാണോ? പക്ഷേ ഇപ്പൊ മഹേഷ് ഈ നടത്തിയതല്ലേ നാടകം? സത്യം പറ, എന്റെ മനസ്സ് പറയാ മഹേഷ് ഈ നടത്തിയത് നാടകമാണെന്ന്. നാടകോ? എന്ത് നാടകം? എന്താ മോളെ? മഹേഷ് നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയതാ അമ്മേ, ഉറപ്പാ. അമ്മയെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചുമ്മാ ഓരോന്ന് അഭിനയിച്ചതാ. ചോദിച്ചതിന് ഉത്തരം പറ മഹേഷ്. നമ്മളെ മകൾ അയച്ച വീട്ടില് ഇവിടുന്ന് ഒരാൾ അധിക ദിവസം ചെലവഴിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അങ്ങനെ വരട്ടെ. കണ്ടോ മേ, കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? എടാ, നീ അപ്പൊ എന്നെ മണ്ടിയാക്കിയതല്ലേ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂലല്ലോ. കണ്ടില്ലേ മേ, സ്വന്തം മകളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മഹേഷ് ഇങ്ങനെ ചെയ്യോ? നമ്മുടെ മോളൊരു നല്ല അവസ്ഥയിൽ ജീവിക്കുന്നത് കാണാൻ മഹേഷിന് ആഗ്രഹമില്ലേ? അപർണ നല്ല അവസ്ഥയിൽ ജീവിക്കുന്ന കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ മോളെ, ഇവൻ എന്തൊരു അഭിനയമാ അഭിനയിച്ചു കളഞ്ഞേ. മഹേഷ് അഭിനയിച്ചോട്ടെ, പക്ഷേ എന്തു വന്നാലും ഞാൻ തോറ്റുകൊടുക്കാൻ പോകുന്നില്ല. വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുമേ.